ഫാക്ടറിയുടെ അടുത്ത് ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളുണ്ട്. ആ മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്താണ് ഞാൻ. ഇവിടെ ഇപ്പോൾ മുന്തിരി വിളവെടുപ്പിൻ്റെ സമയമാണ്. അപ്പോൾ ഒക്കെ ഈ കാണുന്ന മുന്തിരികളൊക്കെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പറിച്ച് അവർ വലിയ ട്രക്കുകളിലാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത് വൈൻ ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിനകത്ത് അധികം വലിപ്പമില്ല, ചെറിയ കുരു ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഒരു കൂട്ടുകാരന് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ പോകാനായിട്ട് ഭാര്യയ്ക്കും ആൾക്കും റെഡി ആയിട്ടുണ്ട് എന്ന് വിസ വന്നെന്ന് വിളിച്ചു പറഞ്ഞു. കൃപാസനത്തിൽ പോയത് കൊണ്ടൊന്നുമല്ല, ജീവിതത്തിൽ ഒരു 1.5 വർഷമായി അവർ ഇതിനു വേണ്ടി പരിശ്രമിക്കണം. ജീവിതത്തിലെ ചില തിരിച്ചറിവുകൾ വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എളിമപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അഹങ്കാരത്തിൻ്റെ എല്ലാ അവസ്ഥകളും മാറ്റി കഴിഞ്ഞപ്പോൾ ജീവിതം രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സാധിക്കും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ. യൂറോപ്പ് എന്നല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും കരകയറാൻ നമ്മുടെ ജീവിതത്തിലുള്ള എന്തൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ ഒന്ന് തിരുത്താൻ ശ്രമിച്ചാൽ മതി എന്നാണ് തോന്നുന്നത്.